ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, പെറ്റ് സ്കാൻ വളരെ ചിലവ് കൂടിയ ഒരു സ്കാനിങ് ആണ്. അത് തന്നെയല്ല, പെറ്റ് സ്കാനിന്റെ റിസൾട്ട് വരാൻ വേണ്ടി നമ്മൾ പെറ്റ് സ്കാൻ ചെയ്ത ഓരോ പേഷ്യന്റും ഒത്തിരി ടെൻഷനോട് കൂടിയാട്ടോ നോക്കിയിരിക്കുന്നത്. കാരണം പെറ്റ് സ്കാനിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് നമ്മുടെ ശരീരത്തിലേക്ക്, നമുക്ക് ഓൾറെഡി ഒരു സ്ഥലത്ത് ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് അത് ഏതെല്ലാം ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുണ്ടോ എന്നതാണ് നമ്മൾ പെറ്റ് സ്കാനിന്റെ റിസൾട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം. അപ്പൊ ഒത്തിരി ടെൻഷനോട് കൂടിയാണ് നമ്മൾ പെറ്റ് സ്കാൻ റിസൾട്ട് നോക്കിയിരിക്കുന്നത്. പക്ഷെ പെറ്റ് സ്കാനിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതായ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന്റെ അവയവ വ്യവസ്ഥയുടെ ഘടനയിലുള്ള വ്യതിയാനത്തെ കൂടാതെ പ്രവർത്തനത്തിലുള്ള വ്യതിയാനത്തെ കൂടി പെറ്റ് സ്കാനിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, സാധാരണ ഒരു രോഗത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് നമ്മൾ ആ ഘടനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ രോഗാവസ്ഥ ആരംഭ ദിശയിൽ തന്നെ, അതായത് ഈ രോഗം നമ്മുടെ ഏതെല്ലാം ശരീരഭാഗങ്ങളിലേക്ക് സ്പ്രെഡായി ഒരു സ്പ്രെഡ് ആകുന്ന ഒരു ടൈമിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ വ്യതിയാനം ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ, അതായത് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പെറ്റ് സ്കാൻ വഴി നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. സാധാരണയായി നമ്മൾ എടുക്കുന്ന സ്കാനിങ് CT സ്കാന്, പിന്നെ MRI സ്കാന്, പിന്നെ അൾട്രാസൗണ്ട് സ്കാന് എന്ന ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തെ മാത്രം ബേസ് ചെയ്ത് എടുക്കുന്നതാണ്. കാരണം ഈ സ്കാനുകളൊക്കെ ഒന്നെങ്കിൽ നമ്മുടെ വയറിനെ മാത്രം ബേസ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ ഓരോ ശരീരഭാഗത്തെ മാത്രം ബേസ് ചെയ്താണ് എടുക്കുന്നത്. അതായത് ആ അവയവത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ അവയവത്തിന്റെ ഒരു ഫോട്ടോ എടുക്കുക, കാരണം ആ അവയവത്തെ മാത്രം എടുക്കുക എന്നതാണ് പിന്നെ ഈ ടൈപ്പ് സ്കാനിങ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പെറ്റ് സ്കാനിൽ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിലും, നമ്മുടെ ശരീരത്തിലെ ഫുള്ളാണ്, അതായത് ഓരോ അവയവത്തിലും നടക്കുന്ന ബയോകെമിക്കൽ പ്രവർത്തനങ്ങളാണ് നമ്മൾ പെറ്റ് സ്കാനിൽ കൂടി കാണുന്നത്. അതായത് പ്രധാനമായിട്ടും നമ്മൾ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത്, പിന്നെ അതായത് ക്യാൻസറിന്റെ കൃത്യമായ സ്റ്റേജ് കണ്ടെത്തുക, പിന്നെ ചികിത്സയ്ക്ക് ശേഷം എന്താണ് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ശേഷം എന്താണ് നമുക്ക് മാറ്റം വന്നിരിക്കുന്നത്. അതായത് നമ്മൾ പിന്നെ ഒരു ക്യാൻസറിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഫുള്ള് കഴിഞ്ഞു, പിന്നെയും നമുക്ക് ക്യാൻസർ നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്നതൊക്കെ നമ്മൾ പെറ്റ് സ്കാൻ വഴിയാണ് നമ്മൾ അറിയുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഈ ക്യാൻസർ ചികിത്സയിലെ പെറ്റ് സ്കാനിന്റെ ഏറ്റവും പ്രാധാന്യം എന്നെന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മൾക്ക് ഈ ക്യാൻസറിന്റെ നമ്മൾ ട്രീറ്റ്മെന്റ് കഴിയുന്ന സമയത്തും കഴിഞ്ഞ സമയത്ത് പിന്നെ നമുക്ക് ക്യാൻസർ പിന്നെ വരുന്നുണ്ടോ, അല്ല ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് ക്യാൻസർ വരുന്നത്. കാരണം നമുക്കിപ്പം പിന്നെ ബ്രസ്റ്റിൽ മാത്രം ക്യാൻസർ ഉള്ള ഒരു വ്യക്തിക്ക് അത് ക്യാൻസർ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ചിലപ്പോൾ അത് പോയിട്ടുണ്ടാവാം. പക്ഷെ അത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അത് വേറെ ഏതെങ്കിലും ഒരു ശരീരത്തിന്റെ ഭാഗത്തിലേക്ക് അത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് പെറ്റ് സ്കാൻ ഉപയോഗിച്ചാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ഈ ട്രീറ്റ്മെന്റിന് മുമ്പും ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രീറ്റ്മെന്റിന് മുമ്പും പിന്നെ നമ്മൾ പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏതെല്ലാം ഭാഗത്താണ് നമുക്ക് ക്യാൻസർ ഉള്ളത്, നമ്മൾ എന്താണ് നമുക്ക് ഏത് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത് എന്നൊക്കെ നമ്മൾ പെറ്റ് സ്കാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതല്ലാതെ പിന്നെ ഈ ഒരു ക്യാൻസറിന്റെ ഒരു ട്രീറ്റ്മെന്റ് മാത്രമല്ലാതെ ന്യൂറോളജി വിഭാഗത്തിൽ, അതായത് അൽഷിമേഴ്സ് പോലെയുള്ള ചില മറവി രോഗങ്ങൾക്ക് അതായത് ന്യൂറോ സർജിക്കൽ ഇന്റർവെൻഷൻ നടത്തുന്നതിന് മുമ്പ് കൃത്യമായ സ്പോട്ട് കണ്ടുപിടിക്കുക എന്നതും ഈ പെറ്റ് സ്കാനിന്റെ ഒരു ഗുണം തന്നെയാണ്. പിന്നെ കാർഡിയോളജിക്കൽ സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഹൃദയപേശികളുടെ ചില പ്രശ്നങ്ങൾക്കും ഈ പെറ്റ് സ്കാൻ ഉപയോഗിക്കുന്നത്. കാരണം ഹൃദയപേശികളുടെ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി ഈ പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ടാണ് ആ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇനി പെറ്റ് സ്കാൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നും കൂടെ നമുക്ക് നോക്കാം. അതായത് നമുക്ക് പെറ്റ് സ്കാൻ ചെയ്യുന്നത് സാധാരണ സ്കാൻ ചെയ്യുന്നത് പോലെയല്ല. കാരണം നമ്മുടെ ശരീരത്തിൽ സാധാരണയായിട്ട് നമുക്ക് ഉപയോഗിക്കാറുള്ള ഏതെങ്കിലും ഒരു രാസപദാർത്ഥം, അതായത് ഒരു റേഡിയോ ആക്റ്റീവ് കെമിക്കലുമായിട്ട് ടാഗ് ചെയ്ത ശേഷം നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി വിടുകയാണ്. ഇങ്ങനെ ശരീരത്തേക്ക് നമുക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന രാസപദാർത്ഥം സാധാരണയായി നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുകയും അത് വിവിധ തരം രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യുന്നു. ഈ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാകുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പോസിട്രോൺ, അതായത് പോസിട്രോൺ എന്ന് പറഞ്ഞൊരു സംഭവം അതിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. അത് നമ്മുടെ പെറ്റ് സ്കാനിന്റെ ക്യാമറ ഉപയോഗിച്ച് അത് നമ്മൾ അളക്കും. ഈ കിട്ടുന്ന ഇൻഫർമേഷൻ
കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി, അതായത് ക്യാമറ ഉപയോഗിച്ച് നമ്മൾ അളന്ന ശേഷം ഇത് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഒരു ഇമേജ് ആക്കി മാറ്റും. ഇതാണ് പെറ്റ് സ്കാൻ. ഇതാണ് പെറ്റ് സ്കാനിനെ കുറിച്ചുള്ള ഒരു ചിത്രം. അതായത് നമ്മൾ ഈ പെറ്റ് സ്കാൻ നമ്മൾ ചെയ്യുന്നിടത്ത് സാധാരണ ഒരു സ്കാനിങ്ങിന്റെ ഒരു അവസ്ഥ പോലെയൊന്നുമല്ല. പെറ്റ് സ്കാന് കുറച്ച് ചിലവേറിയതാണ്. പക്ഷെ പെറ്റ് സ്കാനിന് ആ ചിലവേറിയതാണേലും പെറ്റ് സ്കാനിനെ കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങളാണ്. കാരണം ഈ പെറ്റ് സ്കാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ, അതായത് നമുക്കൊരു രോഗം സ്റ്റാർട്ടിങ്ങിൽ തന്നെ, അതായത് പടർന്നു പിടിക്കുന്നതിന് മുമ്പ് തന്നെ മാത്രമല്ല നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടെത്താനും ചികിത്സിക്കാനും ഒക്കെ കഴിയുന്നത്. അപ്പൊ പെറ്റ് സ്കാനിനെ കുറിച്ചുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇനി ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.